ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഓക്കെ, തീർച്ചയായിട്ടും ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഈ വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുമാറണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു ബ്രേക്കപ്പിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അതിന് കഴിയുന്നില്ല. ഒരിക്കലും മനസ്സിലെന്നോ അല്ലെങ്കിൽ ജീവിതത്തിലെന്നോ മറക്കാനോ വിട്ടുകളയാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത്രയേറെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അത്രയും ആഴത്തിൽ പ്രണയിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ വ്യക്തിക്ക് അവരുടെ ചിന്തകൾ നിറയെ നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനോടൊപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ സ്റ്റക്കായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, ദേ ആർ സ്ട്രഗിളിങ്. അവർ സ്ട്രഗിൾ ചെയ്യാണ്. എന്തൊക്കെയോ ചില ഇഷ്യൂസ് അവരുടെ ലൈഫിലുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, എന്തോ ചില ഇഷ്യൂസ് അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലൊരു പ്രയോറിറ്റി ഉള്ളത് നിങ്ങൾക്കാണ്. ഓക്കെ, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ഒരിക്കലും ആ വ്യക്തിക്ക് കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ദേ ആർ ഫോളോയിങ് യു. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്തും അവർ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സീക്രട്ടായിട്ട് അവർ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ സാമീപ്യം അവർ അറിയുന്നുണ്ട്. ഓക്കെ, അതായത് അവർ എപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൂടെ അവരിപ്പോഴും ലൈവായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. സോ അവരത് പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ ആദ്യം ഈ കാർഡ് എടുത്തപ്പോൾ തന്നെ ഏതൊരു കണ്ടൻ്റ് ആണ്, എന്ത് ചോദ്യമാണ് ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കേണ്ടത് എന്ന് വന്നപ്പോൾ ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ആൻഡ് യെസ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളാൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു തടസ്സമുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത്തരം തടസ്സങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ചിലപ്പോൾ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നുണ്ടാവാം. അതെല്ലാം മിറാക്കുലസ് ആയിട്ട് എൻഡ് ആകും എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പ്രശ്നം തടസ്സമായിട്ട് തന്നെ നിൽക്കുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ല. അത് എന്താണോ കാര്യം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർക്ക് അറിയാം ആ ഒരു ഇഷ്യൂടെ പറ്റി. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവ് ആവും. യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല
നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. അവരെത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രേക്കപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരണമെന്ന് അത്രയും ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും എനർജിയോടുകൂടി തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നൽകാനുള്ള പ്രണയം ഒരിക്കലും അവർ മറ്റൊരാളോടും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്പിരിച്വൽ ജേണിയിലൂടെ രണ്ടുപേരും പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ടാകാം. ആ ഒരു പാത്തിലൂടെ തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോവില്ല. അവർ നിങ്ങളുടെ ആബ്സെൻസിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഓക്കെ, അവർ ചിലപ്പോൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ അവരുടെ ലൈഫിൽ നിന്ന് മിസ്സിങ് ആയത് ആ ഒരു സമയം മുതൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യൂബിൾ ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. പുതിയ തുടക്കം, ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു കാര്യം ആരംഭിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പോസിബിലിറ്റി ആയിരിക്കാം. എന്തു തന്നെയായിരുന്നാലും സന്തോഷകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം. ആൻഡ് അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് മുന്നിൽ ഉണ്ടായിരുന്ന വലിയ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി എനർജീസ് ആണെന്നുണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവുന്നുണ്ട്. അവർക്ക് മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻറ്റ്, മേ ബി അവരുടെ പാരൻസിനോടോ അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സിനോടോ ഉള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എനർജിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും ഡ്രെയിനായി പോകുന്നുണ്ട്. അവർക്ക് അവരുടെ റിയൽ ഫേസ് അവരെപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഓക്കെ, ആൻഡ് യെസ്, ഈ ഒരു കാർഡ് വന്നാൽ പിന്നെ ഇനി നമുക്കൊന്നും പറയാനില്ല. കാരണം അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കാർഡാണ് കോണുകോപ്പിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ സക്സസ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഈ ഒരു നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമോ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ തന്നെ വന്നു ചേരും. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് യെസ്, ടെമ്പിൾ പാത്ത്, അതായത് പ്രാർത്ഥിക്കാനുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അത്രയും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങളിപ്പോൾ ചിന്തിച്ച കാര്യം എന്നുള്ളത് യൂണിവേഴ്സ് കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പ്രണയത്തിനാണ് ആഗ്രഹിച്ചതെങ്കിൽ ആ പ്രണയം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഏറെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആൻഡ് യെസ്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ജസ്റ്റിസാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഹീൽ ആകുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. വൈറ്റ് കളർ ബേർഡ്സിനെയോ അതുപോലെ റെയിൻബോ സൈൻസോ ഏഞ്ചൽ നമ്പേഴ്സോ ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സൈനാണ് അതെന്ന് മനസ്സിലാക്കുക. ആൻഡ് യെസ്, ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അത്യധികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മൊമെൻ്റാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ്നെസ് എന്തായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. റിയൽ പ്രിൻസ് ആരാണ് അവരുടെ ലൈഫിൽ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. റിയൽ പ്രിൻസസ് അല്ലെങ്കിൽ റിയൽ പ്രിൻസ് ആരാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.